ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നേക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്കുള്ള വരവ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീട് അടുത്ത് തന്നെയാണ്. അപ്പോൾ നേരത്തെ ആയിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ സ്കൂട്ടറിന് വരുമായിരുന്നു, ഞാനും കണ്ണനും കൂടി. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം നേരത്തെ എനിക്ക് ചേട്ടനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, സ്വന്തമായിട്ട് തന്നെ സ്കൂട്ടർ ഓടിച്ച് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചേട്ടനും വീട്ടിലുണ്ടാവണമല്ലോ, അപ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നു. കണ്ണൻ്റെ ഫ്രണ്ട്സായിട്ട് ഇതേ ജോയിൻ ചെയ്തു കേട്ടോ. എല്ലാവരും കൂടി ഇനി ഭയങ്കര കളിയായിരിക്കും. ഇവിടെ ഇപ്പോൾ ആര്യം വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇച്ചൂട്ടനുണ്ട് അവരോടൊപ്പം കളിക്കാൻ. കണ്ണൻ എന്തേ ഓടി ചാടിപ്പോയി. ഇനി ഇപ്പോൾ ഒന്നും നോക്കണ്ട കേട്ടോ കണ്ണനെ. അപ്പോൾ ഞാനൊന്ന് വീടിൻ്റെ അകത്ത് വരട്ടെ. അമ്മ ആരെയൊന്നും കണ്ടില്ലായിരുന്നു, അവരുടെ അടുക്കളയിൽ ഓരോ പണികളിലാണ്. അമ്മയാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണോ, ആരെയാണെങ്കിൽ എന്തോ വെളുത്തുള്ളി ഉള്ളി അങ്ങനെ എന്തൊക്കെയോ അരിഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ കപ്പയും മീൻകറിയാണ് കേട്ടോ. കേര മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് മുളക് ചാറ് വെക്കണം. പിന്നെ കപ്പ പുഴുങ്ങി അതൊന്ന് വറുത്തിടണം. അപ്പോൾ അതേ ആര്യ മീൻകറി വെക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. ആര്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുക്കലെന്ന് പറയുന്നത് കൂതറ വേഷത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അച്ഛൻ കടയിൽ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ കടയിലാണ്. അച്ഛൻ എന്തോ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഈ പോണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്മാവന്മാരൊക്കെ താമസിക്കുന്നത്. ശരിക്കും ഇതിന് ചുറ്റും എല്ലാവരും താമസിക്കുന്നുണ്ട്. ആര്യതേ മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പൊടിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അതേ ചെക്കന്മാർ രണ്ടുപേരും ഇപ്പോൾ പടം വരയിലേക്ക് എത്തി. മറ്റു പിള്ളേരൊക്കെ വീട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇവന്മാർ ഇതേപോലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ചിരിക്കും. പക്ഷേ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. രണ്ടുപേരും കൂടി ഇടയ്ക്ക് അടയും ചക്കരയും ഇടയ്ക്കും തീപ്പെട്ടിയും പടക്കും. അതാണ് ഈ രണ്ട് മുതലിൻ്റെ അവസ്ഥ കേട്ടോ. ഇപ്പോൾ അതേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അതേ ആര്യം എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നുണ്ട്. ഈ കടയിൽ പോക്കൊക്കെ ഞാനും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ എന്താ ആവശ്യമുണ്ടെങ്കിലും വണ്ടി കയറി ഇരിക്കുക പോവുക അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനത്തെ ആര് കടയിലൊക്കെ പോയി വന്നിട്ട് കപ്പ പുഴുങ്ങി അത് ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അതിലേക്ക് ഇടാനുള്ള തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് വറുത്ത് അത് ഇതിലേക്ക് ചേർക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.